പേരിൽ മാറ്റം വരുത്തിയ ജാനകി സിനിമയുടെ പുതിയ പതിപ്പ് സെൻസർ ബോർഡിന് കൈമാറി. 8 ഇടങ്ങളിൽ ജാനകി എന്ന പേര് മ്യൂട്ട് ചെയ്തു. ഇടവേളയ്ക്ക് മുൻപുള്ള കോടതി രംഗങ്ങളിലും മാറ്റം വരുത്തിയിട്ടുണ്ട്. വിവരങ്ങളുമായി ലിഡിയ ജേക്കബ് ചേരുന്നു. ലിഡിയ, എന്തൊക്കെ മാറ്റങ്ങളോടെയാണ് വീണ്ടും സെൻസർ ബോർഡിന് മുന്നിലേക്ക് ജാനകി എത്തുന്നത്? കോടതിയിൽ സമവായത്തിലേക്ക് എത്തി. വലിയ കോലാഹലങ്ങളൊക്കെ കോടതിയിൽ ഏകദേശം സമവായത്തിലേക്ക് എത്തിയ ശേഷം പുതുക്കിയ പതിപ്പ്, അതായത് ചെറിയ രീതിയിലുള്ള എഡിറ്റും കാര്യങ്ങളും ഒക്കെ വരുത്തിയ പതിപ്പ് ഇപ്പോൾ സെൻസർ ബോർഡിന് മുന്നിൽ സിനിമയുടെ അണിയറ പ്രവർത്തകർ സമർപ്പിച്ചിരിക്കുകയാണ്. 8 ഇടങ്ങളിലാണ് ജാനകി എന്ന പേര് മ്യൂട്ട് ചെയ്തിരിക്കുന്നത്. അതായത് ഈ കോടതി രംഗങ്ങളിൽ ഇവർ ഉന്നയിച്ച സെൻസർ ബോർഡ് ഉന്നയിച്ച പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ കോടതി രംഗങ്ങളിലെ ജാനകി എന്ന പേര് ഒഴിവാക്കണം, അല്ലെങ്കിൽ അത് ജാനകി വി എന്നാക്കണം എന്നടക്കമുള്ള കാര്യങ്ങളായിരുന്നു ഉന്നയിച്ചിരുന്നത്. അതാണ് ഈ കോടതി രംഗങ്ങളിലെ ജാനകി എന്നുള്ള പേരാണ്, അല്ലെങ്കിൽ പേര് വിളിക്കുന്ന സ്ഥലമാണ് മ്യൂട്ട് ചെയ്തിരിക്കുന്നത്. 8 ഇടങ്ങളിൽ, അതായത് 2 ഭാഗങ്ങളായി 8 ഇടങ്ങളിൽ ഇത് മ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഇടവേളയ്ക്ക് മുൻപായി വരുന്ന കോടതി രംഗങ്ങളിലാണ് ഈ മാറ്റം. അതായത് ജാനകി എന്ന കഥാപാത്രത്തെ ഈ അഭിഭാഷകൻ വിസ്തരിക്കുന്ന ഒരു രംഗമുണ്ട്. ആ രംഗത്തിൽ ഇതര മതസ്ഥരായ അഭിഭാഷകനാണ് ഇത്തരത്തിൽ ജാനകിയെ വിസ്തരിക്കുന്നതടക്കമുള്ള വിചിത്രവാദങ്ങളായിരുന്നു സെൻസർ ബോർഡ് കോടതിയിൽ ഉന്നയിച്ചിരുന്നത്. അതിന് പിന്നാലെയാണ് ആ ഭാഗങ്ങളിൽ ഒരു മാറ്റം വരുത്താമെന്ന് സിനിമയുടെ അണിയറ പ്രവർത്തകർ കോടതിയിൽ സമ്മതിക്കുകയും ഇത്തരത്തിൽ ഒരു മാറ്റത്തിലേക്ക് കടക്കുകയും ചെയ്തിരിക്കുന്നത്. ജാനകി വി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്നാകും ഈ സിനിമയുടെ പേര്. ആ ടൈറ്റിലും ആ പേര് മാറ്റിയിട്ടാണ് സെൻസർ ബോർഡിന് മുന്നിൽ സമർപ്പിച്ചിരിക്കുന്നത്. 3 ദിവസത്തിനുള്ളിൽ, അതായത് ഇത് സമർപ്പിച്ച് 3 ദിവസത്തിനുള്ളിൽ തന്നെ സർട്ടിഫിക്കറ്റ് നൽകണമെന്നാണ് കോടതി ഉത്തരവ്. അപ്പോൾ 3 ദിവസത്തിനുള്ളിൽ തന്നെ സെൻസർ ബോർഡ് അത്തരത്തിൽ സർട്ടിഫിക്കറ്റ് നൽകും. സർട്ടിഫിക്കറ്റ് നൽകി കഴിഞ്ഞാൽ ഉടൻ തന്നെ റിലീസ് ചെയ്യും എന്നാണ് അണിയറ പ്രവർത്തകർ അറിയിച്ചിരിക്കുന്നത്. ശരി ലിഡിയ.